മകളെ, ജെറുസലേം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥന പരിശുദ്ധ അമ്മയുടെ കോടി അർച്ചനയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ ശുശ്രൂഷ ദിനത്തിൽ നിങ്ങളുടെ ഭവനത്തിലേക്ക് എത്തുകയാണ്. എവിടെ ഇരുന്ന് കേട്ടാലും ആ കേൾക്കുന്ന സ്ഥലത്ത് മാതാവ് ഉണ്ടാകുന്നത് നിനക്ക് കാണാം. അത്ര വിശ്വാസത്തോടെ ഈ വചന ശുശ്രൂഷയിൽ കടന്നു വരിക. നീ ഇരുന്ന് വചനം ശ്രവിക്കുന്ന ആ കസേര, ആ കട്ടില്, ആ ഡൈനിങ് ടേബിള്, ആ പ്രാർത്ഥനാ മുറിയിൽ മാതാവ് വന്ന് നിൽക്കുന്നുണ്ട്. മാതാവേ, നീ വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ നീ പ്രാർത്ഥിക്കുന്ന ആ നിയോഗം സബലീകരിച്ച് കിട്ടും. കന്യകളുടെ മണിമകുടമാണ് മാതാവ്. വാഗ്ദാന പേടകമാണ് പരിശുദ്ധമ്മ. സകല വിശുദ്ധരുടെ രാജ്ഞിയാണ്. ഇതാ ഈ ദിവസങ്ങളിൽ മാതാവ് നടന്നു നീങ്ങിയ 6 ഭവനങ്ങളിലേക്ക് നമ്മളിതാ യാത്രയാകുകയാണ്. ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായം 26, 27 തിരുവാക്യങ്ങൾ. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. പ്രിയപ്പെട്ടവരെ, മാതാവ് നടന്നു നീങ്ങിയ 6 ഭവനങ്ങളിലൂടെയാണ് ഈ 6 ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും ചിന്തിക്കാനും പോകുന്നത്. 1-ാമത്തെ ഭവനം നസ്രത്തിലെ ഭവനമാണ്. മാതാവിൻ്റെ സാന്നിധ്യം നിറഞ്ഞു കവിയുന്ന, മാതാവിൻ്റെ കാൽപ്പാടുകൾ പതിഞ്ഞ, പ്രചോദനങ്ങൾ ഉൾക്കൊണ്ട ഒരു സ്ഥലമാണ് നസ്രത്തിലെ ഭവനം. ഈശോ, മറിയം, യൗസേപ്പ് വസിച്ചിരുന്ന സ്ഥലമാണ് നസ്രത്ത്. അവരുടെ 3 പേരുടെയും പ്രത്യേകത, പൊതു സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം വെച്ചു വിളമ്പിയത് മുഴുവൻ 2 കരങ്ങൾ നീട്ടി സ്വീകരിച്ചവരാണ് ഈ 3 പേരും. മകളെ, ദൈവം പറഞ്ഞത് കണ്ണും പൂട്ടി വിശ്വസിച്ച ഒരു ഭവനമാണ് നസ്രത്തിലെ ഭവനം. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് ഏറ്റുപറഞ്ഞ ഒരു ഭവനമാണ് നസ്രത്തിലെ ഭവനം. ഇതെങ്ങനെ സംഭവിക്കും എന്ന് മാതാവ് ചോദിക്കുകയുണ്ടായി. ആ സമയത്ത് ഗബ്രിയേൽ ദൂതൻ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. മാതാവും ദൈവദൂതനും പറഞ്ഞു കേട്ട ഭവനമാണ് നസ്രത്തിലെ ഭവനം. ദൈവവചനത്തിന് വിധേയപ്പെട്ട സ്ഥലമാണ് നസ്രത്തിലെ ഭവനം. ദൈവം പറയുന്നത് ചോദ്യം ചെയ്യാതെ വിശ്വസിച്ചാൽ ഇന്ന് ഈ ദിവസങ്ങളിൽ, ഈ 6 ദിവസങ്ങളിലൂടെ മാതാവ് നടന്നു നീങ്ങുമ്പോൾ എൻ്റെ ഭവനത്തിൽ വന്ന് നമുക്ക് ആവശ്യമുള്ളത് ചെയ്തു തരും. കർത്താവിൻ്റെ ദാസി, കർത്താവിൻ്റെ ദാസനുമായി തീരട്ടെ. ദൈവവചനം കേട്ട് ദൈവത്തിൻ്റെ വഴിയുടെ നടക്കുവാൻ മാതാവ് നടന്നു നീങ്ങിയ വഴിത്താര നമ്മെ സഹായിക്കട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. മാതാവേ, എൻ്റെ ഭവനത്തെ നസ്രത്തിലെ ഭവനം പോലെ ആക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.